ട്രംപിന്റെ ചുങ്കം ബൂമറാങ്ങായി, അമേരിക്കയ്ക്ക് വീണ്ടും മാന്ദ്യപേടി, സ്വർണവിലയിൽ വൻ തിരിച്ചുകയറ്റം, പവൻ 70,000-നടുത്ത്. ആഭരണപ്രിയർക്കും വിവാഹമുൾപ്പെടെ അനിവാര്യ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ ആഭരണങ്ങൾ, ഗോൾഡ് വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും വൻ ആശ്വാസം നൽകി ഇന്നലെ കുത്തനെ ഇടിഞ്ഞ സ്വർണവിലയിൽ. ഗോൾഡ് റേറ്റ് ഇന്നു മികച്ച തിരിച്ചുകയറ്റം. കേരളത്തിൽ കേരള ഗോൾഡ് പ്രൈസ് ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് വില 8,720 രൂപയും പവന് 880 രൂപ ഉയർന്ന് 69,760 രൂപയുമായി. ഇന്നലെ ഗ്രാമിന് 195 രൂപയും പവന് 1,560 രൂപയും ഇടിഞ്ഞിരുന്നു. പവൻവില 68,880 രൂപയുമായിരുന്നു. സംസ്ഥാനത്ത് ചില കടകളിൽ ഇന്ന് 18 കാരറ്റ് ഗോൾഡ് സ്വർണവില ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 7,185 രൂപയായപ്പോൾ മറ്റു ചില കടകളിൽ വില 90 രൂപ തന്നെ വർദ്ധിച്ചെങ്കിലും 7,150 രൂപയേയുള്ളൂ. വില നിർണയത്തിൽ അസോസിയേഷനുകൾക്കിടയിലെ ഭിന്നതയാണ് വില വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം. അതേസമയം വെള്ളിക്ക് സിൽവർ പ്രൈസ് ഗ്രാമിന് 1 രൂപ ഉയർന്ന് എല്ലാ ആഭരണശാലകളിലും 108 രൂപയായി. സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ GST 3%, ഹോൾമാർക്ക് ചാർജ് 45 രൂപ പ്ലസ് 8% GST, പണിക്കൂലി എന്നിവയും ബാധകമാണ്. പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈനിന് അനുസരിച്ച് 3 മുതൽ 30 മുതൽ 35% വരെയൊക്കെയാകാം. മലക്കമറിയുന്ന പൊന്ന്. ചൈന, UK, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള താരിഫ് ഇറക്കുമതി ചുങ്കം തർക്കത്തിന് ചർച്ചയിലൂടെയും വ്യാപാര കരാറിലൂടെയും പരിഹാരം കാണാനുള്ള ഡൊണാൾഡ് ട്രംപ് നീക്കങ്ങളെ തുടർന്ന് ഇന്നലെ ഔൺസിന് ഒരു മാസത്തെ താഴ്ചയായ 3,149.18 ഇടിഞ്ഞ രാജ്യാന്തര സ്വർണ്ണവില ഇന്ന് 3,251 വരെ തിരിച്ചുകയറി. നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത് $3,210. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US വീണ്ടും മാന്ദ്യത്തിലേക്ക് വീണേക്കുമെന്ന സൂചനയുമായി കഴിഞ്ഞമാസം രാജ്യത്തെ ചില്ലറ വിൽപ്പന റീറ്റെയിൽ സെയിൽസ് വളർച്ച നിരക്ക് കുറഞ്ഞതും US കമ്പനികളുടെ ഉൽപാദന വിലനിലവാരം പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് PPI പ്രതീക്ഷിച്ചതിലുമേറെ ഇടിഞ്ഞതുമാണ് സ്വർണത്തിന് വീണ്ടും ഊർജ്ജമായത്. യുഎസിന്റെ സമ്പദ്രംഗത്ത് പ്രതിസന്ധി രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വീഴ്ചകൾ. സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ സ്വർണത്തിനാണ് അത് നേട്ടമാകുക. ഇത്തരം സാഹചര്യങ്ങളിലെപ്പോഴും സുരക്ഷിത നിക്ഷേപം സേഫ് ഹേവൻ ഡിമാൻഡ് എന്ന പെരുമ സ്വർണത്തിന് കിട്ടും. നിക്ഷേപകർ ഓഹരി, കടപ്പത്രം, ഡോളർ എന്നിവയെ കൈവിട്ട് ഗോൾഡ് ETF-ലേക്ക് ഗോൾഡ് ETF നിക്ഷേപം മാറ്റും. അതോടെ സ്വർണവില കൂടുകയും ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നതും. യുഎസിന്റെ കഴിഞ്ഞമാസത്തെ റീറ്റെയിൽ സെയിൽസ് വളർച്ച നിരക്ക് മാർച്ചിലെ 1.7% നിന്ന് വെറും 0.1% താഴ്ന്നു. PPI വളർച്ച മാർച്ചിൽ 0.4% ഇടിഞ്ഞിരുന്നു. ഏപ്രിലിൽ ഇടിവ് 0.5%. ട്രംപ് തൊടുത്ത ബൂമറാങ്. യുഎസിലേക്കുള്ള ഇറക്കുമതിക്കുമേൽ ട്രംപ് കനത്ത ചുങ്കം പ്രഖ്യാപിച്ചതോടെ ഒട്ടുമിക്ക ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കും വില കൂടിയത് റീറ്റെയിൽ വിൽപ്പനയെ ബാധിച്ചു. ഉദാഹരണത്തിന് മാർച്ചിൽ 5.5% വളർന്ന വാഹന വിൽപ്പന ഏപ്രിലിൽ കുറിച്ചത് 0.1% ഇടിവ്. ചുങ്കപ്രഖ്യാപനത്തിനു പുറമെ കാനഡ, ഗ്രീൻലൻഡ് എന്നിവയെ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങളും PPIയെ വീഴ്ത്തി. ടൂറിസം, ട്രാവൽ, വിമാന ടിക്കറ്റ് വിൽപ്പന, ഹോട്ടൽ ബുക്കിംഗ് എന്നിവയെല്ലാം വൻതോതിൽ ഇടിഞ്ഞത് തിരിച്ചടിയായി. രാജ്യാന്തര വില $3,251 നിലവാരത്തിൽ നിന്ന് $3,210 നിലവാരത്തിലേക്ക് നേട്ടം നിജപ്പെടുത്തിയതും ഡോളറിനെതിരെ രൂപ, ഇന്ത്യൻ റുപ്പി ഇന്ന് 25 പൈസ ഉയർന്ന് 85.30 വ്യാപാരം തുടങ്ങിയതും കേരളത്തിൽ സ്വർണ്ണവില വർധനയുടെ ആക്കം കുറച്ചിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ വില ഇന്ന് ഇതിലും കൂടുമായിരുന്നു. ബിസിനസ്, ഇക്കണോമി, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ്, കമ്മോഡിറ്റി, സമ്പാദ്യം വാർത്തകൾക്ക് മനോരമ online.com/business